കാർഷിക വാർത്തകൾ. വടക്കുകിഴക്കൻ ഇന്ത്യയിൽ റബ്ബർ കൃഷി വിപുലീകരിക്കാൻ ലക്ഷ്യമിട്ട് നടപ്പാക്കുന്ന ആത്മയുടെ വടക്കുകിഴക്കൻ റബ്ബർ മിഷൻ ശ്രദ്ധേയ നേട്ടത്തിലേക്ക്. ലക്ഷ്യത്തിലേക്ക് വേഗത്തിൽ നീങ്ങുന്ന പദ്ധതിയിൽ കേരളത്തിലെ നഴ്സറികൾക്കും വലിയ പങ്കാണുള്ളത്. 2020 ആരംഭിച്ച ഈ മിഷൻ 2025-26 പശ്ചിമബംഗാളും 7 വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങളും ഉൾപ്പെടുത്തി 2 ലക്ഷം ഹെക്ടറിൽ റബ്ബർ കൃഷി വ്യാപിപ്പിക്കുകയാണ് ലക്ഷ്യമിട്ടത്. ഇതിനകം 1.79 ലക്ഷം ഹെക്ടർ പിന്നിട്ടു. മികച്ച ഗുണമേന്മയുള്ള തൈകൾ എത്തിക്കാനുള്ള ചുമതല കേരളത്തിലെ നഴ്സറികളെ റബ്ബർ ബോർഡ് ഏൽപ്പിച്ചു. തുടക്കത്തിൽ കേരളത്തിൽ നിന്ന് തൈകൾ ട്രെയിനുകളിൽ അയച്ചിരുന്നെങ്കിലും പിന്നീട് വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങളിൽ തന്നെ ഉൽപാദനം ആരംഭിക്കാൻ നിർദ്ദേശം നൽകി. ഇതനുസരിച്ച് കേരളത്തിലെ നഴ്സറികൾ അവിടേക്ക് വ്യാപിച്ചു. ഭൂമി സ്വന്തമായി വാടകയ്ക്കെടുത്തും പുതിയ സംരംഭങ്ങൾ ആരംഭിച്ചു. കഴിഞ്ഞ 5 വർഷത്തിനിടെ 8.3 കോടി തൈകളാണ് ഉൽപ്പാദിപ്പിച്ച് നൽകിയിരിക്കുന്നത്. ഇതിനൊപ്പം കാലാവസ്ഥയ്ക്ക് കൂടുതൽ അനുയോജ്യമായ RRII 429 ഇനത്തിലേക്ക് മാറാനും റബ്ബർ ബോർഡ് നിർദ്ദേശം നൽകി. മുൻപ് വ്യാപകമായി കൃഷി ചെയ്തിരുന്നത് RRIM 600 ഇനമായിരുന്നു. 3 മാസം നീളുന്ന കടുത്ത ശൈത്യകാല സാഹചര്യങ്ങൾക്ക് കൂടുതൽ അനുയോജ്യമായത് 429 ഇനമാണെന്ന് റബ്ബർ ഗവേഷണ കേന്ദ്രം കണ്ടെത്തിയതോടെയാണ് ഈ മാറ്റം. ഇപ്പോൾ 113 ജില്ലകളിലായി 2.02 ലക്ഷം കർഷകർ ഈ പദ്ധതിയുടെ ഭാഗമാണ്. വടക്കുകിഴക്കൻ ഇന്ത്യയിൽ റബ്ബർ കൃഷിയുടെ പുതിയ അധ്യായമാണ് ഈ മിഷൻ തുറക്കുന്നത്. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. കേരളത്തിൽ വേനൽ ചൂട് ശക്തി പ്രാപിക്കുന്നതിനിടെ ക്ഷീരമേഖല ഗുരുതര പ്രതിസന്ധിയിലേക്ക്. സംസ്ഥാനത്ത് താപനില സാധാരണയേക്കാൾ ഉയരുകയും അതിന്റെ ആഘാതമായി പാൽ ഉൽപാദനം കുത്തനെ ഇടിയുകയും ചെയ്യുന്നു. സംസ്ഥാനത്ത് ചൂട് കനക്കുകയാണ്. പാലക്കാട്, കൊല്ലം, കണ്ണൂർ ജില്ലകളിലാണ് ഉയർന്ന താപനില രേഖപ്പെടുത്തുന്നത്. പാലക്കാട് 39.2 ഡിഗ്രി സെൽഷ്യസിൽ എത്തിയപ്പോൾ കൊല്ലത്തും കണ്ണൂരിലും 37 ഡിഗ്രി വീതം രേഖപ്പെടുത്തി. സാധാരണയേക്കാൾ 2 മുതൽ 4 ഡിഗ്രി വരെ കൂടിയ ചൂട് ജനജീവിതത്തെ ബാധിച്ചിരിക്കുകയാണ്. ചൂട് ക്ഷീരമേഖലയെ ഗുരുതരമായി ബാധിക്കുന്നു. പാൽ ഉൽപാദനം കുറയുന്നതോടെ കർഷകർ സാമ്പത്തിക പ്രതിസന്ധിയിലായി. കോട്ടയം കുറവിലങ്ങാട് പ്രദേശത്തെ ഒരു ഫാമിൽ 150ലധികം പശുക്കളെ വളർത്തുന്ന കർഷകൻ വലിയ നഷ്ടം നേരിട്ടു. പ്രസവിച്ച പശു മണിക്കൂറുകൾക്കുള്ളിൽ ചത്ത സംഭവം റിപ്പോർട്ട് ചെയ്തു. ഹീറ്റ് സ്ട്രെസ് മൂലം പശുക്കൾക്ക് തീറ്റയെടുക്കൽ കുറയുകയും പാൽ ഉൽപാദനത്തിൽ ഇടിവ് സംഭവിക്കുകയും ചെയ്യുന്നു. തണൽ സൗകര്യവും മതിയായ വെള്ളവും ഉറപ്പാക്കുന്നതിൽ ക്ഷീര കർഷകർ വലിയ വെല്ലുവിളിയാണ് നേരിടുന്നത്. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. രാജ്യത്ത് ഭക്ഷ്യ എണ്ണ ഇറക്കുമതി മാർച്ചിൽ കുറവ് രേഖപ്പെടുത്തി. ആഗോള വില വർധന, രൂപയുടെ മൂല്യനഷ്ടം, ആഭ്യന്തര ലഭ്യതാ വർധന എന്നിവയാണ് ഇറക്കുമതി ഇടിവിന് കാരണമായത്. മാർച്ചിൽ ഇന്ത്യയുടെ ഭക്ഷ്യ എണ്ണ ഇറക്കുമതി 11.73 ലക്ഷം ടണ്ണായി കുറഞ്ഞു. ഫെബ്രുവരിയിൽ ഇത് 12.92 ലക്ഷം ടണ്ണായിരുന്നു. ഏകദേശം 9.2% ഇടിവാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. സോൾവൻ എക്സ്ട്രാക്ടേഴ്സ് അസോസിയേഷൻ ഓഫ് ഇന്ത്യയുടെ കണക്കുകൾ പ്രകാരം ഉയർന്ന ആഗോള വില, രൂപയുടെ മൂല്യനഷ്ടം, കടുകുവിളയിലൂടെ ലഭ്യമായ ആഭ്യന്തര സ്റ്റോക്ക് എന്നിവയാണ് ഈ ഇടിവിന് പ്രധാന കാരണം. എന്നാൽ നവംബർ മുതൽ മാർച്ച് വരെയുള്ള കാലയളവിൽ ഇറക്കുമതി 8.8% ഉയർന്നത് ഇന്ത്യയുടെ വിദേശാശ്രിതത്വം തുടരുന്നതായി സൂചിപ്പിക്കുന്നു. പാമോയിൽ ഇറക്കുമതി വർദ്ധിച്ചപ്പോഴും സോയാബീൻ, സൂര്യകാന്തി എണ്ണ ഇറക്കുമതിയിൽ കുറവ് രേഖപ്പെടുത്തി. ഇന്ത്യയുടെ പ്രധാന വിതരണക്കാരായ ഇന്തോനേഷ്യ, മലേഷ്യ, അർജന്റീന, ബ്രസീൽ, റഷ്യ, യുക്രൈൻ തുടങ്ങിയ രാജ്യങ്ങളിലെ സാഹചര്യം ഇന്ത്യയുടെ വിപണിയെ നേരിട്ട് ബാധിക്കുന്നതായും വിലയിരുത്തൽ. ഭാവിയിൽ ആഭ്യന്തര എണ്ണവിള ഉൽപാദനം വർദ്ധിപ്പിക്കുകയും ഇറക്കുമതിയിൽ ഉറവിടങ്ങൾ വൈവിധ്യമാക്കുകയും ചെയ്യേണ്ടത് നിർണായകമാണെന്ന് വിദഗ്ധർ പറയുന്നു. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. എളുപ്പത്തിൽ സമ്പാദ്യം വളർത്താം. ഇന്ന് തന്നെ മൈഫിൻ TV ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ.